കാണണമെന്ന് പറഞ്ഞ കടൽ ഇതാണ് കടൽ. അതില്ല ഇവിടെ നടന്നോടുന്ന എബീസോ. നബീസോ, എങ്ങനെയുണ്ട് കടല്? കേൾക്കടൊന്നുമില്ല മനസ്സാ, എനിക്ക് പേടിയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ വന്നാൽ കുളിച്ചാതെ മീൻ പിടിക്കാതെ അത് പോകലുണ്ടായിരുന്നില്ല. നിങ്ങളൊരു മീനിൻ്റെ പിടിച്ചോടുന്നാണ് എന്നൊന്ന് കാണാലോ. നബീസോ, അന്നത്തെ പ്രായമല്ലല്ലോ ഇന്നിപ്പോൾ എനിക്ക്. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. ഞാൻ അറിയുന്നതല്ലേ. ഇതിൻ്റെ ആയ കണ്ടോലില്ലേടി. എന്താ ഉപ്പിലിട്ട നെല്ലിക്കും മാങ്ങൊക്കെ വില? മാങ്ങ 5 രൂപ, നെല്ലിക്കയ്ക്ക് 5 രൂപ. ഞങ്ങൾക്കൊരു 4 തരി. ഓക്കെ. എന്താ മനസ്സിലത് വെള്ളത്തിൽ ഓടുന്ന വണ്ടിയോ? ഇതല്ലടി ACB വെള്ളത്തിൽ ഓടുന്നത്. ഇറങ്ങിക്കോ. കുട്ടിയെ എത്രയായി പൈസ? ഇപ്പം 22.50 കിലോമീറ്ററിന് വാടക. 550 ഉറുപ്പുണ്ട്. ഈ താന്നൂര് പോയി എന്തിന്? നിങ്ങളെന്തപ്പാ കാട്ടുന്നത്? കണ്ണ് കുത്തിപ്പൊട്ടിക്കുക. ഞാൻ ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല. 550 കൊണ്ട് ചിലപ്പം മതിയാവില്ല കണ്ണ് ശരിയാക്കാൻ.
22.50 വെച്ചിട്ടാണ് പിന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ 550 ഉറുപ്പ്യ ഉണ്ട്. നിങ്ങൾ 500 എന്നാളി, നമ്മൾ വെറുതെ തിരക്കൂടണ്ട, 500 എന്നാളി. നബീസോ അതിനൊരു 500 ഉറുപ്പ്യ എടുത്താ. അഞ്ഞൂറ്റി പൊറ്റേ നമുക്ക് നടന്നുകൊണ്ട് പോയാൽ മതിയായിരുന്നു. ആയിക്കോട്ടെ നബീസോ, അത് സാരമില്ല. ആ 500 ഉറുപ്പ്യല്ലേ, ആ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുപോയിക്കോട്ടെ. കുടിക്ക് എത്തിയ പാട് എനിക്ക് പഴംപൊരി പൊരിച്ച് തരണം മുത്തേ. 19 വയസ്സായിട്ട് നിങ്ങൾക്ക് മാഞ്ഞാൽ നിർത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഇക്കൊല്ലം പാടത്തൊക്കെ നമുക്ക് നെല്ലുണ്ടാക്കണം. അതിനെന്താ മനസ്സാ, നമുക്ക് അതേമാതിരി ചെയ്യാമല്ലോ. നമുക്ക് എന്തൊക്കെ വല്യമ്മ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? സുഖാണ്. നിങ്ങൾ പാരാ മനസ്സിലായില്ല? ഞാനേ വാദിനഗർ എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് വരികയാണ്. നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതെന്താ മനസ്സിലായില്ല? അതല്ലപ്പാ, നിങ്ങൾ ഈ പഴയ ആളുകളെ കണ്ടപ്പോഴേ എനിക്കൊന്ന് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് തോന്നിയാണ്. എന്നാ നിങ്ങൾ ചോദിച്ചാളൊക്കെ ചോദിച്ചോളി. നിങ്ങളെ പഴയ കാലത്തുള്ള അനുഭവങ്ങളൊന്നും പറഞ്ഞോളി. എത്ര കുട്ടിയെ അനുഭവം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾക്ക് കേൾക്കാനും നേരം ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞാലും തീരൂല. പണ്ട് എല്ലാവരും കൂടി ഒരു പ്ലേറ്റിൽ ഇരുന്ന് തിന്നിരുന്നു, പല ഭാഗത്ത് പോയി ടൂറും ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്ത് പല പാത്രത്തിൽ തിന്നലും ഒരു പാത്രത്തിൽ ടൂറിലും ആ കാലഘട്ടമാണിന്ന്. അല്ലപ്പാ, നിങ്ങളിപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മളെ പഴയ കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മോനെ, ആ പഴയ കാലഘട്ടത്തേക്ക് ഇജ്ജെന്നാണ്ട് ആക്കി കാട്ടിക്ക. ആ കാലഘട്ടം വളരെ ഐക്യമുള്ള കാലഘട്ടമായിരുന്നു. കുടുംബക്കാരായിട്ടുള്ള ബന്ധം, അയൽവാസികളായിട്ടുള്ള ബന്ധം, അതൊക്കെ നല്ലൊരു കെട്ടുറപ്പുള്ള കാലഘട്ടമായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു ബന്ധങ്ങളില്ല. ഉപ്പ, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പഴയ കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങളെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയട്ടെ. പിന്നെ അതോടുകൂടി നിങ്ങളോട് പറയാണ്, നമ്മളെ വാദിനഗർ ചാനൽ നിങ്ങളെ പേരക്കുട്ടികളോടും മരക്കളോടൊക്കെ പറയണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണം അമർത്താനും. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ. നബീസ്വാ, ഈ പമ്പർന്നോള് കുടിക്ക് കയറിപ്പോയ പിന്നെ ഇവിടെ എത്തുകാണ്ട് ഈ പെണ്ണുങ്ങളെ സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ്. മക്കളെ, നിങ്ങളെ പറ്റിയിട്ടല്ല പറഞ്ഞിട്ടാ, എൻ്റെ നബീസുവിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. മാനുവാ, ഞാൻ നബിസ്താത്താൻ അവിടെ എവിടെയും കണ്ട? നബിസ്താത്ത പെരിയിലുണ്ട്. ആ വാദിനഗർ ചാനലേർ ഇവിടെ വന്നിരുന്നു. ആ വാദിനഗർ ചാനൽ. അതെ, ആ വാദിനഗർ ചാനൽ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താ? ഞാൻ കുട്ടികളോടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പേരക്കുട്ടികളോട്, മക്കളോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, ബന്ധങ്ങളോട്, നാട്ടുകാരോട് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അത് നിങ്ങൾ മറക്കരുത്. ഇല്ല, മറക്കൂല. ഞാൻ എൻ്റെ എല്ലാ കുട്ടികളോടും കുടുംബത്തിനോടും ഞാൻ പറഞ്ഞു. എന്നോടും പറഞ്ഞേക്കണ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മളൊക്കെ ചെയ്തു. നിങ്ങളത് മറക്കരുത്. ഇല്ല, നിങ്ങളെ ഞാൻ കുടിയൊക്കെ ആക്കിത്തരാം. എന്നായിക്കോട്ടെ, വീണ്ടും നമുക്ക് കാണാം.